നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ വിജയശില്പി കെ സുരേന്ദ്രന് അഭിനന്ദനവുമായി ബി.ജെ.പി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ശില്പി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്ന് ബി.ജെ.പി. പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് അഭിനന്ദനക്കുറിപ്പ് നേതൃത്വം പങ്കുവച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും ബി.ജെ.പിയുടെ കേരളത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘാടന മികവുണ്ടെന്നാണ് ഫേസ്ബുക്ക് പേജിലെ കുറിപ്പ്. പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ സുരേന്ദ്രന് സാധിച്ചെന്ന് കുറിപ്പിൽ പറയുന്നു. സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച സുരേന്ദ്രന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. തർക്കത്തിനിടെ തീ കൊളുത്തി. എടപ്പാളിൽ സഹോദരിമാർ പൊള്ളലേറ്റ് മരിച്ചു. മലപ്പുറം എടപ്പാളിൽ സഹോദരങ്ങളായ വീട്ടമ്മമാർ പൊള്ളലേറ്റ് മരിച്ചു. പോത്തന്നൂർ മാണിക്യപാലം സ്വദേശികളായ ചേലത്തുപറമ്പിൽ കല്യാണി, സഹോദരി തങ്കമണി എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെയും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇരുവരും ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഭർത്താവ് മരിച്ച കല്യാണി മാണിക്യപാലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. കുട്ടനാട് വാവന്നൂരിൽ താമസിച്ചിരുന്ന സഹോദരി തങ്കമണി മരുമകൾക്കൊപ്പം ഇന്നലെ വൈകിട്ടാണ് കല്യാണിയുടെ വീട്ടിലെത്തിയത്. ഇവിടെ വെച്ച് സഹോദരികളായ തങ്കമണിയും കല്യാണിയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കല്യാണി മണ്ണെണ്ണയൊഴിച്ച് സ്വയം തീ കൊളുത്തിയെന്നാണ് വിവരം. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് സഹോദരി തങ്കമണിക്കും പൊള്ളലേറ്റത്. നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറവ്. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. നീറ്റ് പരീക്ഷാഫലം പുറത്തു വന്നതിന് പിന്നാലെ 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിലുള്ള വിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് അറിയിച്ചു. രാജസ്ഥാനിലെ ദോസ, കോട്ട എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. വിദ്യാർത്ഥികളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് വിട്ടുനൽകും. മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റി. ശനിയാഴ്ച നടത്താനിരുന്ന 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റി. ചടങ്ങ് ഈ മാസം 9-ന് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 9-ാം തീയതി വൈകിട്ടായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് വൻ ആഘോഷമാക്കാനാണ് തീരുമാനം. ഇതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജിക്കത്ത് നൽകിയിരുന്നു. രാജി സ്വീകരിച്ച രാഷ്ട്രപതി പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ പ്രധാനമന്ത്രി പദത്തിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 9-ന് സത്യപ്രതിജ്ഞ ചെയ്യാനിരുന്ന TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെയും സത്യപ്രതിജ്ഞ ചടങ്ങ് തീയതിയും മാറ്റി. ജൂൺ 12-നാണ് നായിഡുവിന്റെ ചടങ്ങ് നടക്കുക. KPCC അധ്യക്ഷ സ്ഥാനം മുരളിക്ക് നൽകാമെന്ന് കെ സുധാകരൻ. വേണമെങ്കിൽ കെ മുരളീധരന് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് സ്ഥാനത്തിൽ താൻ കടിച്ചു തൂങ്ങില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുരളി എവിടെ മത്സരിക്കാനും യോഗ്യനാണെന്നും മുരളി മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ എന്നും കെ സുധാകരൻ ചോദിച്ചു. മുരളി ഏത് പദവിക്കും യോഗ്യനാണ്. തൃശൂരിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ നടപടിയെടുക്കും. കെ മുരളീധരനുമായി ഇന്ന് കൂടിക്കാഴ്ചയ്ക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു.